ഡാർലീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റ് ഒന്നുണ്ടാക്കി നോക്കാം. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ചിക്കന് കുരുമുളകും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് മിക്സി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു 1/2 കിലോ ചിക്കനുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് 3 ചെറിയ 3 ഉരുളക്കിഴങ്ങ് അത് വെന്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിന് പിന്നെ വേണ്ടിയത് സവോള, ഒരു ചെറിയ 2 സവോള, കരിയാപ്പില, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, അതുപോലെ അത് ചെയ്യാനുള്ള ബ്രെഡ് ക്രംസ്, ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കണം, കുരുമുളക് പൊടിച്ചത്, വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്കത് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയത്. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അത് മുട്ടയെ മുക്കിയാണ് ബ്രെഡ് ക്രംസിലോട്ട് ഇടുന്നത്. അതിനാവശ്യമായിട്ടുള്ള മുട്ട അടിച്ചു വെച്ചിരിക്കുന്നത്. എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി അങ്ങോട്ടിടാം. ഒരു 3 പച്ചമുളക്, എരി കുറച്ച് മതിയാത്തതുകൊണ്ട് 3 പച്ചമുളകായിട്ടത്. അതിൻ്റെ കൂടെ തന്നെ സവോള, ഇട്ടതിന് ശേഷം നമുക്ക് കരിയാപ്പില, ഇത് 3 വഴറ്റിയെടുക്കാം. ഉള്ളി ഇഞ്ചി എല്ലാം ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി അതിനകത്തോട്ട് അല്പം കുരുമുളക് പൊടി, നേരത്തെ ഇട്ടതാ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് ഇടാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് അങ്ങോട്ട് ചേർക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് അതിലേക്ക് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അതങ്ങോട്ട് ചേർക്കാം. നമുക്ക് കട്ട്ലേറ്റ് ഇവിടെ പരത്തി മുട്ടയ്ക്കകത്തും ബ്രെഡ് ക്രംസിനകത്തും ഒക്കെ മുക്കി ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്കിവിടെ ഉണ്ടാക്കി വെക്കാം. പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനിയും ഈ കട്ട്ലേറ്റ് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ഇടാം. കട്ട്ലേറ്റ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിനിയും പ്ലേറ്റിലോട്ട് എടുക്കാനായിട്ട് നോക്കാം. ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു കട്ട്ലേറ്റാണിത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീണ്ടും ഒരു വിഭവമായിട്ട് കാണുന്നിടം വരെ ബായ്.